ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഗിഫ്റ്റ് പാക്കേജിംഗ് ബോക്സ് ഉണ്ടാക്കിയാലോ? ഇതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ഏത് കളറിലാണോ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കേണ്ടത് ആ ഒരു കളറിലുള്ള പേപ്പർ എടുത്തതിന് ശേഷം അത് ഇതുപോലെ മടക്കി കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 10 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ഗിഫ്റ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും 3:2 എന്ന റേഷ്യോയിലായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ബോക്സ് രൂപത്തിലാക്കി എടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത് ഒരു ചെറിയ രീതിയിലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ബോക്സ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 സ്ട്രിപ്പൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോയൊക്കെ വെച്ച് കൊടുക്കുക. ഈ ഒരു ബോക്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറേജ് ഗിഫ്റ്റ് ബോക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനി വല്ല സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്രോപ്പ് യുവർ ലവ്.